നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സങ്കടപ്പെരുമഴയിൽ വീണുപോയൊരു കുഞ്ഞു പൂവായിരുന്നു പാങ്ങ് GLP സ്കൂള്. നാടിന്റെ കരുതലിൽ ഇന്നിവിടം ഒരു പൂന്തോട്ടമായി മാറിയിരിക്കുകയാണ്. കുഞ്ഞു ബാഗും കൗതുകം നിറച്ച കണ്ണുകളുമായി എത്തുന്ന കുരുന്നുകൾക്കായി പുതുമകളേറിയാണ് ഈ സ്കൂൾ കാത്തുവച്ചിരിക്കുന്നത്. വാൽപ്പാറ ദുരിതത്തിന്റെ ഓർമ്മകളൊന്നും അവശേഷിക്കാതിരിക്കാനാണ് അധ്യാപകരുടെയും നാട്ടുകാരുടെയും ശ്രമം. പൂവും പൂമ്പാറ്റിയും എല്ലാം നിറയുന്ന ചുമർ ചിത്രങ്ങളാൽ ക്ലാസ് മുറികൾ മനോഹരമാക്കി. 1ാം ക്ലാസ്സിലെ കുട്ടികൾക്കെല്ലാം സ്കൂൾ PTA-യും മറ്റും കുട്ടികൾക്കും പാങ്ങ് സഹകരണ ബാങ്കും സ്കൂൾ ബാഗുകൾ സമ്മാനിച്ചു. ഇത്തവണ ബ്ലോക്ക് തല പ്രവേശനോത്സവം ഇവിടെ നിന്നാണ്. കെട്ടിടങ്ങൾ നവീകരിക്കുന്നതുൾപ്പെടെ 30 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾ കുറുവ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരികയാണ്. ഏപ്രിൽ 17-ന് വിനോദയാത്ര പോയ സംഘത്തിന്റെ വാഹനം അപകടത്തിൽ പാങ്ങ് GLP സ്കൂളിലെ പ്രധാന അധ്യാപിക ഉൾപ്പെടെ 5 അധ്യാപകരും സ്കൂളിലെ പാചക തൊഴിലാളിയും മകനും സ്കൂൾ ബസ്സിലെ ഡ്രൈവറും ഉൾപ്പെടെ 10 പേരാണ് മരിച്ചത്. വാൽപ്പാറ അപകടത്തിൽ പൊലിഞ്ഞ പ്രിയ അധ്യാപകരുടെ വിയോഗം സൃഷ്ടിച്ച കണ്ണീർ തീരുന്നതിന് മുൻപാണ് പാങ്ങ് LP സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് ചുവടുവെക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 17-ന് തമിഴ്നാട്ടിലെ വാൽപ്പാറയിൽ ഉണ്ടായ വാഹന അപകടമാണ് ഇന്നും നടുക്കുന്ന ഒരു ഓർമ്മയായി നിൽക്കുന്നത്. ഉല്ലാസയാത്രയ്ക്കായി പോയ സംഘത്തെ കവർന്നെടുത്ത ദുരന്തത്തിൽ തന്നെയാണ് പാങ്ങ് പ്രദേശത്തിന്റെ മനസ്സിൽ ഇന്നും മായാത്ത മുറിവായി തുടരുന്നത്. ഒരു കുടുംബത്തിൽ ഉമ്മയും മകളും മറ്റൊരിടത്ത് ഭർത്താവും ഭാര്യയും നഷ്ടമായപ്പോൾ പാങ്ങ് ഗ്രാമം മുഴുവൻ ദുഃഖത്തിന്റെ നിഴലിലായിരുന്നു. ദുരിതത്തിൽ 5 അധ്യാപകരെ നഷ്ടമായ പാങ്ങ് GLP സ്കൂളിൽ പഴയ സംഘത്തിൽ നിന്ന് ഒരു അധ്യാപിക മാത്രമാണ് ബാക്കിയുള്ളത്. ഒരിക്കൽ ചിരിയും സ്നേഹവും നിറഞ്ഞ ക്ലാസ് മുറികളും വരാന്തകളും ഇന്ന് ഓർമ്മകളുടെ നിശബ്ദതയാണ് നിറഞ്ഞിരിക്കുന്നത്. അതേസമയം പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി സ്കൂളിനെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ശക്തമായി കഴിഞ്ഞു. സ്കൂൾ കെട്ടിടങ്ങളുടെയും ക്ലാസ് മുറികളുടെയും അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി. ചായം പൂശൽ ജോലികൾ അവസാന ഘട്ടത്തിലാണ്. പരിസര ശുചീകരണവും സുരക്ഷാ പരിശോധനകളും പുരോഗമിക്കുന്നു. സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധനയ്ക്കായി മോട്ടോർ വാഹന വകുപ്പും വൈദ്യുത സംവിധാനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വൈദ്യുത ബോർഡും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം രംഗത്തുണ്ടായിരുന്നു. പാങ്ങ് സർവീസ് സഹകരണ ബാങ്ക് വിദ്യാർത്ഥികൾക്ക് സൗജന്യ സ്കൂൾ ബാഗുകളും മാജിക് പ്രദർശനവും ഒരുക്കി. ഈ കോൽക്കളം സൂപ്പർ സ്റ്റാർ കായിക ക്ലബ്ബ് സ്കൂളിന് കൈകഴുകൽ സംവിധാനം നൽകി. പാങ്ങ് GUP സ്കൂൾ രക്ഷാകർത്ത സമിതി 1ാം ക്ലാസ്സുകാർക്ക് ബാഗും യൂണിഫോമും പഠനോപകരണങ്ങളും എന്നിവ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദുരിതത്തിന്റെ മുറിവുകളിൽ ആശ്വാസമാകുന്ന ഈ കരുതലുകൾ കുട്ടികളുടെ മനസ്സിൽ പുതിയ പ്രതീക്ഷകൾ വിതറുകയാണ്. ദുരിതത്തിൽ നഷ്ടമായ അധ്യാപകരുടെ ഒഴിവുകളിലേക്ക് പുതിയ അധ്യാപകർ ചുമതലയേറ്റു. P. ഷമീല, K. അബ്ദുൽ മജീദ്, VP ഫസീല, KK രാഗി എന്നിവർ സ്വമേധയാ ഈ സ്കൂളിലേക്ക് എത്തിയത് രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും വലിയ ആശ്വാസമായി. സാങ്കേതിക തടസ്സങ്ങൾ കാരണം സ്ഥിരം പ്രധാന അധ്യാപിക നിയമനം വൈകുന്ന സാഹചര്യത്തിൽ തൊട്ടടുത്തുള്ള ഗവൺമെന്റ് UP സ്കൂളിന്റെ പ്രധാന അധ്യാപികയും പ്രദേശവാസിയുമായ K. അഹമ്മദ് കുട്ടിയാണ് സ്കൂളിന്റെ താൽക്കാലിക ചുമതല. ദുരിതത്തിന്റെ കണ്ണീരിൽ നിന്നും വിദ്യാലയത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ KSTA സ്മൃതിലയം പദ്ധതിയും ആരംഭിച്ചു. പ്രീ പ്രൈമറി വിഭാഗത്തെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പദ്ധതിയുടെ ഭാഗമായി ശീതീകരിച്ച ക്ലാസ് മുറികൾ, അകം കളിയിടങ്ങൾ, സാങ്കേതിക വിദ്യാ ഇടങ്ങൾ, പഞ്ചേന്ദ്രിയ വികാസ കേന്ദ്രങ്ങൾ എന്നിവയും ഒരുക്കും. നവീകരണ പ്രവർത്തനങ്ങൾക്കായി കുറുവ പഞ്ചായത്ത് 30 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിനിടെ അപകടത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളുടെയും വാഹന ഡ്രൈവറുടെയും ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്ന വാർത്തയും നാട്ടുകാർക്ക് ആശ്വാസമാകുന്നു. ദുരിതത്തിൽ മാതാവിന് നഷ്ടമായ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരും കണ്ണീരിനൊപ്പം ഒരു നാടിന്റെ പ്രാർത്ഥനയും ഇന്നും തുടരുകയാണ്.